ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആനന്ദാണെങ്കിൽ ദേവി പോയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ബാലൻ പോയിട്ട് ആനന്ദിനോട് പറയും, മോനെ നിനക്ക് ഈ അവസ്ഥ വരാൻ കാരണം ഞാനാണ്, അതിന് എന്നോട് നീ ക്ഷമിക്കണം എന്നും പറഞ്ഞ് കൈ കൂപ്പാണ് കേട്ടോ. അത് കാണുമ്പോൾ ആനന്ദ് അവിടെ നിന്ന് എണീറ്റ് അച്ഛൻ എന്നോട് ഇങ്ങനെ പറയണ്ട എന്ന് പറയാണ്. അന്നേരം ആകാശ് വന്നിട്ട് പറയും, അച്ഛൻ കാരണമൊന്നല്ല ഇത് പറ്റിയത്, അച്ഛൻ അയാളെ വിശ്വസിച്ച പോലെ തന്നെ ഞങ്ങളും അയാളെ വിശ്വസിച്ചില്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോമതിക്കും ആകെ സങ്കടമാവാണ്. കാരണം ആനന്ദിൻ്റെ പേരിൽ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ ബാലന്. അന്നേരം ബാലേട്ടാ, നിങ്ങളെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കാലൊക്കെ പിടിക്കുകയാണ്. അതൊക്കെ കൂടി കാണുമ്പോൾ നമ്മുടെ ദേവിയുടെ അവസ്ഥ കൂടി ഓർക്കുന്ന ഒരാളുണ്ടല്ലേ, മീനാക്ഷി പറയും ഗോമതിയുടെ അടുത്ത്, ഏടത്തിയുടെ വീട്ടുകാർ ചെയ്തതൊക്കെ തെറ്റാണ്, പക്ഷേ നമ്മൾ ഒരിക്കലും ഏടത്തിയെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗോമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. കാരണം ഗോമതിയാണല്ലോ കൈ പിടിച്ച് പുറത്താക്കിയത്. അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറഞ്ഞേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ മീനാക്ഷിക്കും വാക്കുകളില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഏടത്തിയുടെ വീട്ടുകാർ ചെയ്ത തെറ്റിന് ഒരിക്കലും ഏടത്തി തെറ്റുകാരി ആവില്ലല്ലോ എന്നാണ് നമ്മുടെ മീനാക്ഷി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയെയാണ്. ദേവിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ആര് പറയുന്നതും ശ്രദ്ധിക്കാത്ത ഒരു നിൽപ്പാണ്. അന്നേരം ശ്രീകല പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നത്, അമ്മ എങ്ങനെങ്കിലും നിന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റും മോളെ എന്നൊക്കെ. പക്ഷേ നമ്മുടെ ദേവിയാണെങ്കിൽ കിളി പോയ മട്ടാണ് കേട്ടോ നിൽപ്പ് കാണുമ്പോൾ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ പ്രമോ.